തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ഒ പനീർസെൽവം DMK-യിൽ ചേർന്നു. മന്ത്രി ശേഖർ ബാബുവിനൊപ്പം OPS DMK ആസ്ഥാനത്തെത്തി. മനേഷ് മൂർത്തി ചേരുന്നുണ്ട് തത്സമയ വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന്. മനേഷ്, ഇതൊക്കെയാണ് വിസ്മയം യഥാർത്ഥത്തിൽ പറയുന്നത്. കാര്യം AIADMK-യുടെ മുഖം, ഒരു മുൻ മുഖ്യമന്ത്രി, ജയലളിത കഴിഞ്ഞപ്പോഴേക്കും വളരെ ശക്തനായ നേതാവ്, അദ്ദേഹം നേരെ DMK-യിലേക്ക് വന്നാൽ അതാണ് ദ റിയൽ വിസ്മയം. മനേഷ്. സ്മിത, തീർച്ചയായും അതായത് ഒരു വലിയ ട്വിസ്റ്റ് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുഖ്യമന്ത്രി MK സ്റ്റാലിനെ വന്ന് കാണുകയും പനീർസെൽവം കാണുകയും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ നടന്നിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ അല്പസമയം മുമ്പ് മന്ത്രി ശേഖർ ബാബുവിനോടൊപ്പമാണ് OPS ഇവിടെ ഈ DMK ആസ്ഥാനത്തെത്തിയത്. മുഖ്യമന്ത്രിയുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ കാണുകയാണ്. മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ പറയുന്നത് അണ്ണായുടെയും അണ്ണാദുരയുടെയും കലൈഞ്ചറുടെയും ഒക്കെ വഴിയിൽ തമിഴ്നാടിനെ മുൻപോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ് DMK അധ്യക്ഷൻ കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. ആ വഴിയിൽ പോകാൻ തനിക്ക് സന്തോഷമുണ്ട്. മാത്രമല്ല DMK-യിലേക്ക് തന്നെ ക്ഷണിച്ച, അല്ലെങ്കിൽ DMK-യിൽ ചേരാൻ തന്നെ തനിക്ക് അനുവാദം നൽകിയ മുഖ്യമന്ത്രിയുടെ ആ ഒരു തീരുമാനത്തെ വലിയ തോതിൽ സ്വാഗതം ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ എന്തായാലും ആ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല എടപ്പാടി പളനിസ്വാമിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളും ഈ പറഞ്ഞ രീതിയിൽ OPS-ന്റെ ഭാഗത്തു നിന്നുമുണ്ട്. കാരണം DMK എന്ന് പറയുന്ന പാർട്ടിയെ ഒറ്റയ്ക്ക് കൈപ്പിടിയിൽ ഒതുക്കി വെച്ചിരിക്കുകയാണ് എടപ്പാടി പളനിസ്വാമി എന്ന് പറയുന്നു. എന്തായാലും 3 തവണ മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്, ജയലളിതയുടെ അടുത്ത വിശ്വസ്തനായ ആയിരുന്ന ആളാണ്. അങ്ങനെ ആ രീതിയിലുള്ള ഒരാളാണ് ഇപ്പോൾ DMK-യിലേക്ക് വരുന്നത്. വലിയ തോതിലുള്ള ഒരു മാറ്റം എന്തായാലും DMK-യിൽ OPS വരുന്നതോടുകൂടി ഉണ്ടാകുമെന്നുള്ളതാണ്. കാരണം എടപ്പാടി പളനിസ്വാമിയെ ഇഷ്ടമല്ലാത്തല്ലെങ്കിൽ എടപ്പാടി പളനിസ്വാമിയുടെ ഈ ഒരു ഏകാധിപത്യ ഭരണം, അല്ലെങ്കിൽ ആ ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു നില, അതൊക്കെ ഇഷ്ടപ്പെടാത്ത നിരവധി പേർ ഇപ്പോഴും ഈ പറഞ്ഞ രീതിയിൽ AIADMK അകത്തുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നത്. എടപ്പാടി OPS പോരെ അതിനകത്ത് പ്രകടമായിരുന്നു. പക്ഷേ ജയലളിതയുടെ വലങ്കൈ എന്നൊക്കെ കരുതി ജയലളിത മരിക്കുന്ന സമയത്തൊക്കെ OPS വളരെ അതിശക്തമായി കൂടെ ഉണ്ടായിരുന്ന ആളാണ്. അതിനുശേഷം AIADMK-യുടെ മുഖം എന്ന് പറയപ്പെട്ട ആളാണ്, മുഖ്യമന്ത്രി ആയ ആളാണ്. ആ ആളാണ് അവരുടെ രാഷ്ട്രീയ എതിരാളികളുടെ വേദിയിലേക്ക് ഇപ്പോൾ വരുന്നു എന്ന് പറയുമ്പോൾ അത് സംതിങ് സ്പെഷ്യൽ ടു DMK. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.